എത്തിമിന്നത്താണിയേകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്തറസൂലിൻ്റെ മൊഴികളറിന്തുള്ള മുത്തഖിങ്ങൾ കാണ് സ്വർഗത്തിൽ താഴം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് കേട്ടോ. ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു അത്ഭുത കലാകാരിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പേര് ഇന്ദുലേഖ. ഒരു കൊച്ചു സുന്ദരിയാണ്. അതായത് ഈ അടുത്ത് വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു മോളാണ് കേട്ടോ. അതുമാത്രമല്ല ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം തരംഗമായിക്കൊണ്ട് ഒരു ഖുർആനൊക്കെ ഓതി എല്ലാവരെയും ശ്രദ്ധ നേടിയ മറ്റൊരു കലാകാരൻ കൂടിയാണ് നമ്മുടെ ഈ ഒരു കൊച്ചു സുന്ദരി. അപ്പോൾ എന്തായാലും ഇന്ന് അവരുടെ കുറച്ച് വിശേഷങ്ങളും പാട്ടുകളും പിന്നെ അവരുടെ കുടുംബത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക്. എന്തൊക്കെ വിശേഷം? അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിലൂടെ ആദ്യം കാണുന്നത്, പിന്നെ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം പല ഇതിലും കണ്ടു. എന്താ തോന്നി ആ ഒരു നേരത്ത് വൈറലായ സമയത്ത്? എന്ത് തോന്നി? അതെ. അതുപോലെ പപ്പയും മമ്മയൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പപ്പയും മമ്മ നല്ലപോലെ പാട്ട് പാടുന്ന ആൾക്കാരല്ലേ? നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. അവരാണോ ശരിക്കും ഈ പാട്ടൊക്കെ പഠിപ്പിച്ചെന്നേ? അതെ. പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഒരു മോള് സത്യം നമ്മളെ മോളിങ്ങനെ വൈറലായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കും. വലിയ സന്തോഷമാണ്. നമ്മൾ ഇത്രയൊന്നും റീച്ച് ഉണ്ട് എന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ നമ്മളോട് ഓരോരുത്തർ പുറമേ നിന്ന് ഫീഡ്ബാക്ക് സംസാരിക്കുമ്പോഴാണല്ലോ നമുക്ക് വലിയ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നത്. നമ്മൾ സ്വന്തം കഴിവ് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷേ സമൂഹത്തു നിന്നും കൂടിയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരുടെ അടുത്തുനിന്നും അപ്രീസിയേഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് വലിയധികം സന്തോഷം. അപ്പോൾ മോള് അതുപോലെ ഒരു കൊണ്ടോട്ടിയിലെ ഒരു കലാകാരിയായിട്ട് ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ മോളെ ഒരു ഖുർആൻ ഓത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി കേട്ടു. അതിലേക്ക് എങ്ങനെ മോള് വന്നെന്ന് പറയാൻ പറ്റും? അത് അവളെ ക്ലാസ്സിൽ അറബി പഠിപ്പിക്കുന്ന സാറല്ലേ? അറബി പഠിപ്പിക്കുന്ന സാറാണ് നമുക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോഴാണ് നമ്മളും ഒന്ന് ഞെട്ടിപ്പോയത്. മറ്റുള്ള കുട്ടികൾ പാടുന്നത് കണ്ടിട്ട് ഇവള് അവരോട് ചോദിച്ചു ഇത് പഠിപ്പിച്ചു തരുമോന്ന്. അങ്ങനെ ആ കുട്ടികൾ 2 കുട്ടികളുണ്ട് അല്ലേ? അവരാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതെ. അത് അവര് നിർബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തതല്ല. ഇവൾക്ക് ഇങ്ങനെ പുതുമയുള്ള എന്ത് കാര്യവും കിട്ടിക്കഴിഞ്ഞാലും ഇവൾക്ക് അതൊന്ന് പഠിച്ചെടുക്കാം എന്നുള്ള ഒരു, പ്രത്യേകിച്ച് മ്യൂസിക്കിലാണ് അങ്ങനത്തെ ഒരു സ്കില്ലുള്ളത്. അപ്പോൾ അങ്ങനെ അങ്ങ് പഠിച്ച് എടുത്തതാണ്. അവളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എന്നാൽ അവർ മറ്റുള്ളവർ സപ്പോർട്ടും കൊടുത്തു. അങ്ങനെ അങ്ങ് പാടുന്ന സമയത്ത് ആ സാറ് അത് വീഡിയോ എടുത്തതാണ്. അതെ. ആ സാറ് വീഡിയോ എടുത്തിട്ട് അവരുടെ സ്കൂളിലുള്ള ഗ്രൂപ്പിലൊക്കെ ഇട്ട്, പിന്നെ നമ്മളും അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട്, അങ്ങനെ അത് വൈറലായി പോയി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്ദുലേഖ കുട്ടിയുടെ പാട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. ആദ്യ പാട്ട് ഞങ്ങൾക്ക് ഏതാ പാടിത്തരാം? ഓക്കെ. അപ്പോൾ ഈ പാട്ടാരെ പഠിപ്പിച്ചെന്നേ? അമ്മ. അച്ഛനോ? ഫുൾ സപ്പോർട്ടാണ്. ഓക്കെ. തുമ്പപ്പൂക്കാറ്റിൻ താനി ഊഞ്ഞാലാടി, തുമ്പിപ്പിൻ താളം താളം തുള്ളിപ്പാടി. തുമ്പപ്പൂക്കാറ്റിൻ താനി ഊഞ്ഞാലാടി, തുമ്പിപ്പിൻ താളം താളം തുള്ളിപ്പാടി. കരളിൽ വിരിയും ഒരു തളിരു പുലരിയുടെ രോമാഞ്ച തേരോത്സവം. തുമ്പിത്തുള്ളു തുള്ളു തുമ്പി, തുമ്പിത്തുള്ളു തുള്ളു തുമ്പി. തുമ്പപ്പൂക്കാറ്റിൻ താനി ഊഞ്ഞാലാടി, തുമ്പിപ്പിൻ താളം താളം തുള്ളിപ്പാടി. ഓക്കെ, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇപ്പൊ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2 ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ മുതല് സ്കൂളിലാണ് പഠിക്കുന്നത്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 2-ലായിരുന്നു, 3-ക്കാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വർഷ ടീച്ചറെ ആ ഒരു പാട്ട് കേൾക്കാം. മാത്രമല്ല ഇവിടെ
മത്സരിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഓരോരുത്തരും ഓരോന്നിനും മെച്ചപ്പെട്ട പാട്ടിൽ ഇവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർ ഏതായാലും ഹാപ്പിയാവും. അപ്പോൾ ടീച്ചറെ നമുക്ക് തുടങ്ങാം. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെ പൊന്മകളെ, എന്നുമെന്നും കിന്നരിക്കാൻ ഓമനിക്കാൻ, ചക്കരപ്പൊൻ നെറ്റിയിലോ പൊട്ടുതൊടാ, നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞാൽ എന്നുയിരിൽ കൂരിരുള്, വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാൻ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല, ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടേ, മെല്ലെ പൂവിട നീ വസന്തം കാത്തിരിപ്പൂ. അവർ പാടുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. മാത്രമല്ല ടീച്ചറെ വോയിസ് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പാട്ട് ഇത് തുടർന്ന് പോകുന്നുണ്ടോ? പാട്ട് ഞാൻ ഓൾറെഡി പാടുന്ന ആളായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ കലോത്സവങ്ങൾക്കും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഹസ്ബൻഡും ഒക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ എഫേർട്ടും എടുക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ മോളായപ്പോഴാണ് നമുക്ക് കൂടുതൽ വേദികളും ഇങ്ങനെ ഒരു മീഡിയ വഴിയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി കിട്ടിയത്. അതെ, ഇപ്പം ഞാൻ പാടിയ പാട്ട് ആതിരൻ എന്ന് പറഞ്ഞ മൂവിയിലെ ഏറ്റവും നല്ല ഫീലുള്ള ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈൻസ് ഉള്ള പാട്ടാണ്. അപ്പോൾ എൻ്റെ മോളുടെയും ഹസ്ബൻഡിൻ്റെ ഒക്കെ ഫേവറേറ്റ് പാട്ടാണിത്. അപ്പോൾ ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും, പാവം കുട്ടികൾക്കും ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ ഫാമിലിയെ പരിചയപ്പെടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വഴി ഈ മോളുടെ ഇന്ദുലേഖ മോളുടെ ആ ഒരു ഖുർആൻ ഓത്ത് കേട്ടിട്ടാണ്, ആ ഫാത്തിഹ ഓത്ത് കേട്ടിട്ടാണ്. പിന്നെയാണ് അറിയുന്നത് ഇവർ നല്ല പോലെ കലാ കുടുംബത്തിൽ പിറന്ന ആൾക്കാരാണത്. എന്തായാലും ആ ഒരു സംഗതി എല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളതാ ഈ ഒരു മോളുടെ ആ ഒരു ഖുർആൻ ഓത്താണ്. അപ്പോൾ മോളു ഇതാരാ പഠിപ്പിച്ചെന്നേ? ജുമാന, ഹഷ്മി, നൈറ. ഇവർക്ക് ആരാ? ഇവര് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാ. അതെ, അവർ പഠിപ്പിച്ചു തന്നിട്ടാണോ പഠിച്ചേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അന്ന് ഒന്ന് ഓതി തരുമോ? കുഴപ്പമില്ലാതെ ഓടാൻ പറ്റില്ലേ? ശരി, ഒന്ന്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. വാവ്, അടിപൊളി. പാട്ട് പാടുന്ന തന്നെ ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ചാണല്ലേ ഓതുന്നേ അല്ലേ? അതാണ് ഈ പാട്ട് പഠിച്ചാലൊരു ഗുണം അല്ലേ? ഓക്കെ, ആ കയ്യിൽ നിന്ന് കാണിച്ചേ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറച്ച് മുന്നേ പരിചയപ്പെടണായിരുന്നു അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടാ?